ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഒന്നും കൂടി യൂട്യൂബിൽ വ്ളോഗ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ എക്സാമും യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ വർക്കിലൊക്കെ ബിസി ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ യൂട്യൂബിലൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീക്ക്ലി 2 ഡേയ്സേ ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് 5 ഡേയ്സും ക്ലാസ് ഉണ്ട്, പ്ലസ് ബാക്കി 2 ഡേയ്സ് പാർട്ട് ടൈമിലും ബിസി ആയിരിക്കും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇത് ഞങ്ങൾ ചെറിയ പെരുന്നാൾക്ക് എടുത്തിട്ടുള്ളൊരു മിനി വ്ളോഗാണ്. ഒരു ട്രിപ്പ് പോകുന്നതാണ്. ഇത് ഷാരിയാൻ്റെ കസിനും അവരെ വൈഫും മോളുമാണ്. ഇവർ ലണ്ടനിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഇവർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമുക്ക് എവിടേക്കെങ്കിലും പോവാം. അങ്ങനെ അവർ വന്ന് അടുത്ത ദിവസം പുലർച്ചയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരു 8 മണി 9 മണി ആ റേഞ്ചിലായി. അപ്പം ഇവിടെ നമ്മൾ നിൽക്കുന്നത് അബർഡീനിലല്ലേ. അപ്പം അവിടെ നിന്ന് ഒരു 6 to 7 hours സംതിങ് ഉള്ളൂ നമ്മൾ പോകുന്നൊരു ലൊക്കേഷനിലോട്ട്. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചുള്ളത് ഐൽ ഓഫ് സ്കൈ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. സ്കോട്ട്ലാൻഡിൽ കുറേ ഐലാൻഡ്സ് ഉണ്ട്. അതിലൊരു പാട്ടാണ് ഈ ഐൽ ഓഫ് സ്കൈ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് മുതൽ ഭയങ്കര മഴയായിരുന്നു. ഒരു റെയിനി ഡേ തന്നെ പറയാം. പക്ഷേ നമ്മൾ കുറേ കാലത്തിന് ശേഷം അങ്ങനെ കസിൻസും അവരായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് മാറി ഒരു വർഷത്തിൻ്റെ അടുത്താവാനായി. അപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ഇൻവെർനസ് വഴിയാണ്. നമുക്ക് റെയിനി ആയതുകൊണ്ടൊന്നും എവിടെയും പ്രത്യേകിച്ച് ഇറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഒന്ന് ഒതുങ്ങി റെയിനൊന്ന് ഒതുങ്ങി കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഇടയിലൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കുറേ വീട്ടിലത്തെ കാര്യങ്ങളും ട്രിപ്പ് പോയതും മുന്നത്തെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. നമ്മളവിടെ പാർക്ക് ചെയ്യാനുള്ള കാരണം തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു, ഒരുപാട് വീഡിയോസ് എടുത്തു. ഇത് ഇൻവെർനസ് എത്തുന്നതിൻ്റെ മുന്നൊരു സ്റ്റോപ്പായിരുന്നു. അത് നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇത് ആക്ച്വലി ഈ നമ്മൾ പോയ ഓരോ മൊമെൻറ്റും നമ്മൾ ഫോട്ടോസും വീഡിയോസിനെക്കാട്ടിലും നേരിട്ട് കാണേണ്ടൊക്കെ ഒരു പ്ലേസാണ്. കാരണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം, ലേറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ സംസാരിച്ച് പോവാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഐസലൂൻ്റെ ഉമ്മമ്മ വിളിച്ചായിരുന്നു. അന്ന് ഇത് ആക്ച്വലി നമ്മൾ ചെറിയ പെരുന്നാൾക്ക് എടുത്തുകൊണ്ട് അവരിങ്ങനെ കുറേ ഫോൺ വിളിച്ച് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അവൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം, അടുത്ത എന്ത് ചെയ്യാം എന്ന് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് പോവാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫുഡൊക്കെ എടുത്തിട്ടാണ് വന്നത്. കാരണം ഐലാൻഡ്സ് ആയതുകൊണ്ട് നമുക്ക് ഫുഡും ഹോട്ടലും കാര്യങ്ങളൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല, പ്രത്യേകിച്ച് ഹലാലായിട്ടുള്ളത്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കുറേ നമ്മളത് കഴിക്കാനുള്ള സ്പേസ് നോക്കി. പക്ഷേ എവിടെയും കണ്ടില്ല. അവസാനം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിക്കേണ്ട ഇത് വന്നു. പക്ഷെ എന്നാലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മൾ ഇൻവെർനസ് എത്തിയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് തന്നെ. ഇതിപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം നമ്മൾ പോയത് മാത്രമല്ല, കുറേ പ്ലേസ് നിങ്ങൾക്കും കാണാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മളെക്കാട്ടിലും നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ നല്ല ഭംഗിയുള്ളൊക്കെ ഒരു പ്ലേസാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് ഫാരി പൂളിലോട്ടാണ് പോയത്. ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുത്ത് അടുത്ത ഞങ്ങൾ ലൊക്കേഷന് ഇൻവെർനസ് എത്തിയതിന് ശേഷം ഞങ്ങളുടെ മെയിൻ ആദ്യത്തെ ലൊക്കേഷൻ ഫാരി പൂളായിരുന്നു. ഇതാണ് ഫാരി പൂൾ. അവിടേക്ക് കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ടായിരുന്നു. കുറേ ഷീപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പം ഈ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. സമ്മർ സീസണിൽ ഇത് ഫുള്ള് ഗ്രീനറി ആയിരിക്കും എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞു കേട്ടത്. ഇതിപ്പോൾ ഒരു ഡെസേർട്ട് അല്ല, ആ ഒരു ഇതുപോലെയാണ് കിടക്കുന്നത്, ഒരു മരുഭൂമി പോലെ. പക്ഷേ നമ്മൾ സമ്മറൊക്കെ ആകുമ്പോൾ അതൊരു വേറെ തന്നെ വൈബായിരിക്കും.
ഇതിലും ഒന്നും കൂടി ഭംഗിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് നേരം കയറി അവിടെ നിന്നും ഇതേപോലെ തന്നെ കുറച്ച് അവിടെ നിന്ന് ദൂരത്തേക്ക് വന്നപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടു. അത് കാരവൻ്റെ എൻഡ് പോയിൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് കണ്ടത്. കാരണം കുറേ കാരവൻസ് ഉണ്ടായിരുന്നു, കുറേ ഫാമിലീസ് അവിടെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ജസ്റ്റ് ഒരു അവിടുന്ന് പോയി. പിന്നെ ഞങ്ങളൊരു ഹോസ്റ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഹോസ്റ്റലായിരുന്നു, ചീപ്പായിരുന്നു. അവിടെ ഒരു ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തു. ആ ഹോസ്റ്റലിലെ ചെറിയ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൊരു സീനാണ്. ഇതവിടെ ഫ്രണ്ടിലത്തെ ഒരു പ്ലേസാണ്. ഐസിൽ കളിക്കുകയാണ്. എനിക്ക് ഈ ഹോസ്റ്റലിൽ ഒരുപാട് ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈ ലൈഫ് സ്കൈ ഭാഗത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് ഹാരി പോട്ടറിൻ്റെ മറ്റേ റെയിൽവേൻ്റെ ബ്രിഡ്ജ് കാണാൻ പോയതാണ്. പക്ഷേ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഓൾറെഡി രാവിലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ കഴിക്കാൻ എങ്ങും നമുക്ക് പ്ലേസ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ എല്ലാവരും പാടെ ഫുഡ് കഴിച്ച്. പിന്നെ അടുത്ത ലൊക്കേഷൻ ഞങ്ങളത് പിറ്റ്ലൂക്കറി ഒരു ഫോറസ്റ്റ് ആയിരുന്നു. അതും എന്താ പറയുക, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ കുറച്ചൊരു 1-2 കിലോമീറ്റർ ഇങ്ങനെ നടക്കുക. അതും നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിയ മുതലേ നല്ല മഴയായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇൻവെർനെസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയി. ഇങ്ങനെ ഞങ്ങൾ പിന്നെ ഞാനങ്ങനെ വ്ളോഗ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കൊണ്ട് ചിലപ്പോൾ വോയിസ് ഓവറിൽ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കാണും. റെഡി ആയി വരുന്നുള്ളൂ, ഓരോ കാര്യങ്ങളും പഠിച്ച് വരുന്നുള്ളൂ. അപ്പം കുറേ വോയിസിലായിക്കോട്ടെ കുറേ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. അപ്പം ഇനി ഇടുന്ന ഓരോ വീഡിയോസും മാക്സിമം ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്താലോ, അങ്ങനെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞു കണ്ടിന്യൂ ചെയ്തൂടെ. എനിക്കിതൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടും അങ്ങനെ ചെയ്ത് ഒരു പരിചയമില്ലാത്തത് കൊണ്ടും അങ്ങനത്തെ ഒരു ലാക്ക് വരുന്നുണ്ട് സംസാരത്തിൽ. അപ്പം എന്തെങ്കിലും എല്ലാവരും ഫോർഗീവ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അടുത്ത ഈ ഫോറസ്റ്റ് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങൾ എഡിൻബറ എത്തി. അവിടെ ഞങ്ങളൊരു ഷെരിയാൻ്റെ ഒരു ഫ്രണ്ട് റിലേറ്റീവ്സ് തന്നെയാണ്. ഞങ്ങൾക്കൊരു റൂം റെഡിയാക്കി തന്നു. ഞങ്ങൾ പറഞ്ഞത് 2 BHK ആണ്, പക്ഷേ കിട്ടിയത് ഞങ്ങൾക്ക് 5 BHK ആയിരുന്നു. നല്ല അടിപൊളി എന്താ പറയുക, നല്ല അടിപൊളി സെറ്റപ്പുള്ള വീടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം കൊണ്ടും കംപ്ലീറ്റ്ലി ഫർണിഷ്ഡ് ആയിരുന്നു. ഞങ്ങൾ 1 ഡേ നൈറ്റ് മാത്രമാണ് അവിടെ സ്റ്റേ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് അവിടെ ഒന്നും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറേ നല്ല ഭംഗിയുള്ള വീടും നല്ലൊരു ഭംഗിയുള്ളൊരു ലൊക്കേഷനിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ ഇത്രക്കും എക്സ്പെക്റ്റ് ചെയ്തില്ല. കയറുമ്പോൾ അത്രക്കൊരു അത്ര ഞങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല. ഇതെന്താ ഇങ്ങനെ. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു അടിപൊളി വൈബായിരുന്നു എന്ന്. പിന്നെ അന്നത്തെ രാത്രി ഞങ്ങളവിടെ റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെയായിരുന്നു കുക്ക് ചെയ്തത്. ജസ്റ്റ് ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ സംസാരിച്ച് വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചായിരുന്നു. ആക്ച്വലി അന്നാണ് പെരുന്നാൾ നാട്ടിൽ. അപ്പോൾ നമ്മൾ അവരൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു, എന്തൊക്കെയുണ്ട് അവിടുത്തെ പെരുന്നാൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ എഡിൻബറ മോർണിംഗ് നമ്മൾ ഇറങ്ങിയത് സിറ്റിയിലുള്ള കാൾട്ടൺ ഹില്ല് പറഞ്ഞിട്ടുള്ള അവിടെ ആയിരുന്നു. ഇതിൻ്റെ മേലെ കയറി നിൽക്കുമ്പം ഈ ഒരു കാസ്റ്റലിൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഫുൾ എഡിൻബറ സിറ്റി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കാൾട്ടൺ ഹിൽ. നമ്മൾ കുറേ നേരം അവിടെ സമയം ചിലവഴിച്ചു. കാരണം ഇത് ഫുള്ളും എഡിൻബറ സിറ്റിയാണ്. നമ്മൾ ഒറ്റൊരു വ്യൂവിൽ നമുക്ക് ആ കാസിൻ്റെ മുന്നിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. കാരണം അത്രക്ക് ഒരു ഭംഗിയുള്ളൊരു ഇതാണ് വ്യൂ പോയിൻ്റാണ്. നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു.
പിന്നെ അവർക്ക് ആ കാസ്റ്റിൻ്റെ മേലെ കയറണം എന്ന് പറഞ്ഞപ്പം നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ട്രാം എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ട്രാമിൽ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ അതൊരു ഒരു വൈബായിട്ട് നമ്മളതിൽ കയറി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഐ ലവ് സ്കൈ അതിൻ്റെ 1-2 സ്ഥലങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ 1-2 സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവരെ തിരിച്ച് യാത്ര പറഞ്ഞേക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് അബേഡീനിലെത്തി. അബേഡീനിന്നായിരുന്നു അവർക്ക് ഫ്ലൈറ്റ്. അപ്പോൾ തിരിച്ച് കയറുകയാണ്. ഈ വ്ളോഗിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ നന്നായിട്ട് ഞങ്ങൾ തിരിച്ച് തരുന്നതാണ്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.